നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനത ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം, ജനത ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. പങ്ങാരപ്പിള്ളി സെന്റ് ജോസഫ് ഹൈസ്കൂൾ പ്രധാന അധ്യാപകനും വൈദികനുമായിരുന്ന ഫാദർ പോൾ പുല്ലനച്ചന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്ത പൂർവ്വ വിദ്യാർത്ഥികൾ. അച്ഛൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു ട്രസ്റ്റ് രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ട്രസ്റ്റിൻ്റെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ഈ 13-ാം തീയതി ഞായറാഴ്ച 2 മണിക്ക് ഈ സ്കൂളിൽ വെച്ചിട്ട് നടക്കുകയാണ്. പ്രശസ്തനായിട്ടുള്ള കവി ശ്രീ മുരുകൻ കാട്ടാക്കടയാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ആ സമ്മേളനത്തിൽ സ്കൂളിൻ്റെ മാനേജറായിട്ടുള്ള ശ്രീ ജോയ് വൈദ്യകാരൻ അച്ഛൻ പങ്കെടുക്കും. ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഇപ്പോൾ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റുമായിട്ടുള്ള ശ്രീ പ്രദീപും ആ യോഗത്തിൽ പങ്കെടുക്കും. ഒത്തിരി പൂർവ്വ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു യോഗമാണ് സംഘടിപ്പിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ദേശത്തിൻ്റെ തന്നെ സാംസ്കാരികവും വൈവിധ്യവുമായിരുന്ന മേഖലകളിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഫാദർ പോൾ പുല്ലൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സ്മരണം നിലനിർത്തുന്നതിന് ആവശ്യമായ ഏറ്റവും ഫലപ്രദമായി മുന്നോട്ട് വയ്ക്കാൻ കഴിയാവുന്ന തരത്തിലേക്ക് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്മരണം നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു സ്മാരകം സ്ഥാപിക്കുക, ഈ നാടിന് വേണ്ടിയിട്ട് കഴിയുമെങ്കിൽ പഞ്ചായത്തും ത്രിതലമായ പഞ്ചായത്തുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വെയിറ്റിംഗ് ഷെഡ് നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ സ്മരണം നിലനിർത്താനും ഭാവിയിൽ സമൂഹത്തിന് വിദ്യാർത്ഥികൾക്ക് ഉപകരിക്കുന്ന തരത്തിൽ ഒരു വലിയ സ്മാരക മന്ദിരം ഞങ്ങൾ സ്വപ്നം കാണുന്നൊരു മേഖലയാണ്. സ്മാരക മന്ദിരം പണിയണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൂടാതെ അക്കാഡമിക് ചെയർ എന്ന് പറയുന്നത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന, സമൂഹത്തിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നു, ഒരുപക്ഷെ ഉയർന്ന യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെയുള്ള ഒരു സങ്കല്പമാണ് അക്കാഡമിക് ചെയർ. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഈ സ്കൂളിൻ്റെ ഭൗതികമായിട്ടുള്ളതും കുട്ടികളുടെ പഠന നിലവാരവുമായി ബന്ധപ്പെട്ട് ഉയർത്താൻ വേണ്ടി കഴിയുന്ന തരത്തിലേക്ക് ഒരു അക്കാഡമിക് ചെയർ രൂപം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ അക്കാഡമിക് ചെയറിൻ്റെ ഉദ്ഘാടനവും ഈ വരുന്ന 13-ാം തീയതിയിലെ അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് ഈ ഉദ്ഘാടനം നടക്കും. അപ്പോൾ അച്ഛൻ വിദ്യാഭ്യാസത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്നു. കുട്ടികളുടെ പഠനത്തിന് പ്രഥമ പരിഗണന നൽകിയിരുന്ന അച്ഛൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് വരാനിരിക്കുന്ന തലമുറയെ ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് വളർത്തിക്കൊണ്ടുവരിക, ഉയർത്തിക്കൊണ്ടുവരിക, അതിന് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നത് ഈ തലമുറയുടെ മുന്നിൽ വരച്ചു കാണിക്കാനും അവർക്ക് ചെയ്തു കൊടുക്കാനും വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് കുറച്ച് നിർദ്ദേശങ്ങൾ ഞങ്ങളെ കാണുന്ന, ഞങ്ങളെ ശ്രവിക്കുന്ന പൊതുസമൂഹം അറിയണമെന്നതിലേക്ക് ഞങ്ങളതിവിടെ അവതരിപ്പിക്കുകയാണ്. ഒന്ന്, ഉന്നത വിജയം നേടുന്ന കുട്ടികൾക്ക് 8, 9, 10 ക്ലാസ് തിരിച്ച് കുട്ടികൾക്ക് എൻഡോമെൻറ്റുകൾ നൽകുക. ഉന്നത വിജയം ലഭിക്കുന്ന 8, 9, 10 ക്ലാസ്സുകളിലെ പിന്നോക്ക വിഭാഗം കുട്ടികൾക്കും എൻഡോമെൻറ്റുകൾ നൽകുക. NMMS ലഭിക്കുന്ന കുട്ടികളെ ആദരിക്കുകയും അവർക്ക് പ്രത്യേകമായ ക്യാഷ് അവാർഡ് ഉൾപ്പെടെയുള്ള പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുക. വിവിധ സബ്ജക്റ്റ് ഫെയർ സ്റ്റിൽ മോഡൽസ് വിജയികൾക്ക് പ്രോത്സാഹനമായ സമ്മാനങ്ങൾ നൽകി അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് കുട്ടികളെ വളർത്തുക. ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബിലെ കമ്പ്യൂട്ടർ സ്കില്ലുള്ള കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനം നൽകി അവരെ വളർത്തിക്കൊണ്ടുവരിക. JRC ക്ലബ്ബ്, സ്കൗട്ട് ആൻഡ് ഗൈഡ് മേഖലകളിലെ ഉന്നത പ്രകടനങ്ങൾക്ക് അർഹമായിട്ടുള്ള സമ്മാനങ്ങൾ നൽകി ആദരിക്കുക. പോസ്റ്റർ മത്സരം നമുക്കറിയാം, പരിസ്ഥിതി, ലഹരി വിരുദ്ധം, ഹിരോഷിമ നാഗസാക്കി ദിനം തുടങ്ങി എല്ലാ തരത്തിലും മേഖലകളിലും ഗവൺമെൻറ് അനുവദിക്കുന്ന മേഖലകളിൽ സമ്മാന അർഹരാകുന്ന കുട്ടികളെ പ്രത്യേകമായിട്ട് ആദരിക്കുക. ചെറുപ്പത്തിലെ കുട്ടികളുടെ സ്കില്ല് മനസ്സിലാക്കി അവർക്ക് വളരാനുള്ള അവസരം ഒരുക്കുക. എൻഡോമെൻറ്റുകൾക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ എക്സാം കണ്ടക്ട് ചെയ്യാനും ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. പ്രത്യേകിച്ച് PSC പോലെ കുട്ടികളുടെ സിലബസ് അനുസരിച്ച് പ്രത്യേകമായ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിക്കൊണ്ട് കുട്ടികളെ ഈ പരീക്ഷയുടെ ഉന്നത വിജയനത്തിന് വേണ്ടി ഒരുക്കാൻ വേണ്ടിയിട്ടും ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ആലോചിക്കുന്നു. ആനുകാലികൾ ഫലപ്രദമായി ഉപയോഗിക്കുക. ഇന്നത്തെ സമൂഹം നമുക്കറിയാം, വളരെ അഡ്വാൻസ്ഡ് ആണ് സൊസൈറ്റി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖല വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ മേഖലയിൽ സയൻസ്, സോഷ്യൽ പ്രോജക്റ്റുകളുടെ വിഷ്വൽ പ്രദർശനങ്ങൾ, അതിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ എന്നിവ ഒരുക്കുക. കുട്ടികളുടെ പൊതുവിജ്ഞാനം, ശാസ്ത്രം, സാഹിത്യം, കലാവിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള നിരീക്ഷണങ്ങൾ നടത്തി വേണ്ടത് ഒരുക്കി കൊടുക്കുക. പഠനത്തിൽ നമുക്കറിയാം പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് ഈ സ്കൂളിൽ അധ്യാപകർ ചെയ്തു കൊടുക്കുന്ന ഒരു വലിയ പുണ്യപ്രവൃത്തിയാണ് സ്പെഷ്യൽ ക്ലാസ്സുകൾ.
ആ സ്പെഷ്യൽ ക്ലാസ്സുകളിൽ വരുന്ന കുട്ടികൾക്ക് വേണ്ട പ്രത്യേകമായ റീഇൻഫ്രഷ്മെൻറ്റ് സാധനങ്ങൾ, അതായത് ഭക്ഷണ പദാർത്ഥങ്ങളോ മറ്റ് പഠനോപകരണങ്ങളെല്ലാം സൗജന്യമായിട്ട് ഞങ്ങളുടെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന വഴി ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാറ്റിനും ഉപരി അച്ഛനെ കുറിച്ച് അറിയാവുന്നവരും അനുഭവിച്ചവരുമായൊരു തലമുറ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് അച്ഛനിലൂടെ ഈ സ്ഥാപനം വഴി ഈ ദേശത്തിന് ലഭിച്ചിട്ടുള്ള വലിയ ഒരു അനുഗ്രഹമുണ്ട്. അച്ഛൻ്റെ സാന്നിധ്യവും അച്ഛൻ ഇവിടെ വച്ചിട്ട് പോയിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലെ ചില നിലപാടുകളുമുണ്ട്. ആ നിലപാടുകൾ ഈ പങ്ങാരപ്പള്ളി ഗ്രാമത്തിന് മാത്രമല്ല സമീപ പഞ്ചായത്തുകളുടെ പോലും വിദ്യാഭ്യാസപരമായ ഉയർച്ചയ്ക്ക് വലിയ ഒരു സംഭാവന നൽകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് അടുത്ത തലമുറയിലേക്ക് കൂടിയും ഈ സ്കൂളിനെ ഉയർത്തിക്കൊണ്ടുവരുവാനും എല്ലാ പൊതുസമൂഹത്തിലെ കുട്ടികളെ പോലെ ഇവിടെയുള്ള കുട്ടികളെ വൈജ്ഞാനികമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുവാനും ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ആത്മാർത്ഥമായിട്ട് ശ്രമിക്കും. അതിന് 13-ാം തീയതിയിലെ യോഗത്തിലേക്ക് എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും കുടുംബസമേതം സ്നേഹപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട മുരുകൻ കാട്ടാക്കട ഈ യോഗം ഉദ്ഘാടനം ചെയ്യും. സകല ആളുകൾ ഞങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഒത്തിരി പേരുടെ സഹായങ്ങൾ, ഭൗതികമായിട്ടുള്ള സഹായങ്ങളടക്കം ഈ മേഖലയിലേക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വലിയൊരു വിജയമാക്കിയിട്ട് ഈ പരിപാടി നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. സകല പൂർവ്വ വിദ്യാർത്ഥികളുണ്ടായിരിക്കും, പൂർവ്വ അധ്യാപകരുണ്ടായിരിക്കും, അനധ്യാപകരുണ്ടായിരിക്കും, ഈ ദേശത്തെ ജനപ്രതിനിധികളുണ്ടായിരിക്കും. അതോടൊപ്പം കുടുംബസമേതം ഞങ്ങളും പങ്കെടുത്ത് ഈ പരിപാടി വിജയിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് ഹൈസ്കൂൾ പ്രഥമ പ്രധാന അധ്യാപകനും വൈദികനുമായിരുന്ന ഫാദർ പോൾ പുല്ലനച്ചന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്ത് പൂർവ്വ വിദ്യാർത്ഥി സംഘം. ഏറ്റവും പിന്നോക്ക മേഖലയിലായിരുന്ന പങ്ങാരപ്പള്ളി ഗ്രാമത്തിൽ 1983 121 8ാം ക്ലാസ് വിദ്യാർത്ഥികളുമായി സ്കൂൾ ആരംഭിച്ചു. 1985-86 SSLCക്ക് 100% വിജയം ലഭിച്ചു. തുടർച്ചയായി 5 വർഷവും 100% വിജയത്തിളക്കമുണ്ടായി. ചേലക്കരയിലും സമീപ പഞ്ചായത്തുകളിലും സമൂഹത്തിന്റെ നാനാ മേഖലകളിൽ മികവ് തെളിയിച്ചുകൊണ്ട് അനേകം പ്രതിഭകൾ ഈ വിദ്യാലയത്തിൽ നിന്നും വളർന്നുവന്നു. നിരന്തരമായ ഭവന സന്ദർശനങ്ങളും കുട്ടികളുമായി വ്യക്തിപരമായ ബന്ധം പുലർത്തിയും പുല്ലനച്ചൻ നടത്തിയ ഇടപെടലുകൾ പ്രശംസനീയമാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ നാടിന്റെ ഉന്നമനത്തിനായി ഉയർത്താൻ കഠിന പരിശ്രമം നടത്തിയ പുല്ലനച്ചന് ആദരം നൽകാൻ ഒരുങ്ങുകയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഘം. ഒക്ടോബർ 13 ഞായറാഴ്ച 2 മണിക്ക് സ്കൂളിൽ വെച്ച് അനുസ്മരണം സംഘടിപ്പിക്കും. അനുസ്മരണത്തോടനുബന്ധിച്ച് ഫാദർ പോൾ പുല്ലൻ സ്മാരക ട്രസ്റ്റിന്റെ ഉദ്ഘാടനം, അക്കാദമിക് ചെയറിന്റെ പ്രവർത്തനം, പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്നിവയും സംഘടിപ്പിക്കുന്നു. പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട, സ്ഥാപന മാനേജർ ഫാദർ ജോബ് വൈദ്യക്കാരൻ CMI, വിവിധ ജനപ്രതിനിധികൾ, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പ്രദീപ് KU തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. യോഗത്തിൽ ഭാരവാഹികളായ സുബ്രഹ്മണ്യൻ PS, സുരേഷ് മാസ്റ്റർ, അഗസ്റ്റിൻ ബ്രദർ, MM അബ്ബാസ്, സിന്ധു സുകുമാരൻ, ശ്രീനാഥ് ശിവ എന്നിവർ പങ്കെടുത്തു. പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് ഹൈസ്കൂളിൻ്റെ സ്ഥാപക പ്രധാന അധ്യാപകനും പങ്ങാരപ്പള്ളിയുടെ വിദ്യാഭ്യാസ സാംസ്കാരിക പുരോഗതിക്ക് ഏറെ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ചിട്ടുള്ള വ്യക്തിയുമായിട്ടുള്ള റവറൻഡ് ഫാദർ പോൾ പുല്ലൻ അച്ഛൻ്റെ സ്മരണാർത്ഥം ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് 1956 മുതൽ 2000 വരെയുള്ള ബാച്ചുകളുടെ ഒരു കൂട്ടായ്മ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകദേശം 2000-ൽ പരം വിദ്യാർത്ഥികൾ ഈ കൂട്ടായ്മയിലുണ്ട്. എല്ലാവരും ചേർന്നൊരു ട്രസ്റ്റ് രൂപീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ അക്കാദമിക്കായിട്ടും അതുപോലെ ഒരു സ്മാരകം അദ്ദേഹത്തിൻ്റെ പേരിൽ നിർമ്മിക്കുന്നതിനും വേണ്ടി ഒരു ആലോചനയിലുണ്ട്.